നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22, 2026 വ്യാഴം. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ദാവോസിൽ US പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്കും യൂറോപ്യൻ മാർക്കറ്റുകൾക്കൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് തുടർന്നതിനാലും ബാങ്കിംഗ് IT സ്റ്റോക്സുകളിൽ തുടർന്ന അതിശക്തമായ സെല്ലിങ്ങിന്റെ ഫലമായിട്ടും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് വലിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നഷ്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും തിരിച്ചുപിടിക്കുവാൻ സാധിച്ചെങ്കിലും തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടർന്നെങ്കിലും ആകെ 1787.66 കോടി രൂപയ്ക്ക് മാത്രമേ സെല്ലിംഗ് നടത്തുകയുണ്ടായുള്ളൂ. തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിലെ വലിയ തുകയ്ക്കുള്ള സെല്ലിങ്ങിന് ശേഷമാണ് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ്ങിന് ഇന്നലെ ഒരു അയവ് വരികയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4520.47 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതിനാൽ തന്നെ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,300 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 25,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആണെങ്കിലും 25,900 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, DLF, ബന്ധൻ ബാങ്ക്, ആദിത്യ ബിർള സൺ ലൈഫ് AMC, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് Q3 ഏർണിംഗ്സുകൾ ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികളുടെ വിശദാംശങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ വ്യക്തമായി തന്നെ മെൻഷൻ ചെയ്യാം. ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെ ഇല്ല ഇന്ത്യയിൽ നിന്നും. എന്നാൽ അതേസമയം ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഇന്നുണ്ട് താനും. രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ വെളുപ്പിന് 5:20 ജപ്പാനിൽ നിന്നും ഡിസംബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയുടെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി US ഗവൺമെന്റ് ഷട്ട് ഡൌണിനെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ട ഒക്ടോബറിലെയും നവംബറിലെയും വിവിധതരം ഡാറ്റകളുടെ റിലീസ് ഇന്ന് US നിന്നും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും വൈകുന്നേരം 7 മണിയോടുകൂടി Q3 GDP ഗ്രോത്ത് റേറ്റ് റിലീസ് ചെയ്യാനിരിക്കുന്നു. വൈകുന്നേരം 8:30 US നിന്നും തന്നെ ഒക്ടോബർ മാസത്തെ കോർ PCI പ്രൈസ് ഇൻഡെക്സിന്റെയും പേഴ്സണൽ സ്പെൻഡിംഗ്, പേഴ്സണൽ ഇൻകത്തിന്റെയും റിലീസ് നടക്കാനിരിക്കുന്നു. അതേസമയം തന്നെ നവംബർ മാസത്തെ കോർ PCI പ്രൈസ് ഇൻഡെക്സിന്റെയും പേഴ്സണൽ ഇൻകത്തിന്റെയും പേഴ്സണൽ സ്പെൻഡിംഗിന്റെയും ഡാറ്റകളുടെ റിലീസും നടക്കാനിരിക്കുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US പ്രസിഡന്റ് ദാവോസിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച 25% അഡീഷണൽ താരിഫിൽ നിന്നും അദ്ദേഹം ഇന്നലെ യൂട്ടേൺ എടുക്കുകയുണ്ടായി. മാത്രമല്ല, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാൻ US ഒരിക്കലും ഫോഴ്സിനെ യൂസ് ചെയ്യില്ല, പകരം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻ ആണ് വേണ്ടിയതെന്നുമുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വരികയുണ്ടായത്. ഇതിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിന് ചെറിയൊരു ശമനവും വരികയുണ്ടായി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1.5%, HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ വിപ്രോ ADR ഫ്ലാറ്റ് ആയിട്ടും ഇൻഫോസിസ് ADR 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 2.63% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US പ്രസിഡന്റ് യൂറോപ്പിനെതിരായിട്ടുള്ള 25% അഡീഷണൽ താരിഫിൽ നിന്നും യൂടേൺ എടുത്തതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി S&P 500ന് 1.16%
നേട്ടത്തോടുകൂടിയും നാസ്ഡാക്കിന് 1.17% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും നിലവിൽ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് വെളുപ്പിനെ ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1.25%, കൊറിയൻ മാർക്കറ്റ് 1.5%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും നിലവിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 1% ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.12 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $60.54 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില $4791.99 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.68 എന്ന നിലയിലും മാക്സ് പെയിൻ 25,350 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ 200-ഡേ EMAയും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് മുൻപ് കണ്ട പോലെ തന്നെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വന്നു. കൂടാതെ നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-ഡേ EMA നിഫ്റ്റിയുടെ 100-ഡേ EMAയുടെ താഴേക്കായിട്ടും എത്തിച്ചേർന്നു. കൂടാതെ നിഫ്റ്റിയുടെ മറ്റൊരു ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA 50-ഡേ EMAയുടെ താഴേക്കായിട്ടും പതിക്കുകയുണ്ടായി. ഓവർസോൾഡ് സിറ്റുവേഷനെ സൂചിപ്പിച്ചുകൊണ്ട് RSIയും 27.89 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഹോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. അതേസമയം 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCRും 0.66 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇന്നലെ തുടർന്ന് അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് മാക്സ് പെയിൻ അതേസമയം 59,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വീക്ക്നെസ്സിനെയും വോൾട്ടാലിറ്റിയെയും സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഇന്നലെ ഉണ്ടായ 1%-ലേറെ ഇടിവിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. എങ്കിലും നിലവിൽ ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 100-200-ഡേ EMAകൾക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. എങ്കിലും RSIയിലും അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 40.77 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. 59,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുക. പുട്ട് സൈഡിലേക്ക് 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 14.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 4.4% ഉയർച്ചയും രേഖപ്പെടുത്തി. ഇറ്റേണൽ പ്രോഫിറ്റിൽ 72.9% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 202% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ജിന്ദാൽ സ്റ്റെയിൻലെസ് പ്രോഫിറ്റിൽ 26.6% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.2% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ബജാജ് കൺസ്യൂമർ കെയർ പ്രോഫിറ്റിൽ 83.2% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 30.6% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പ്രോഫിറ്റിൽ 57.7% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 4.1% ഉയർച്ചയും രേഖപ്പെടുത്തി. വാരി എനർജീസ് പ്രോഫിറ്റിൽ 115.6% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 118.8% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. KEI ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 42.5% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 19%
ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ബയോകോൺ ബയോളജിക്സിന്റെ ശേഷിക്കുന്ന 7.18 കോടി ഇക്വിറ്റി ഓഹരികൾ മൈലാൻ ഇക്വിറ്റി കോർപ്പറേഷനിൽ നിന്ന് $200 മില്യൺ ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയുണ്ടായി. ലെമൺ ട്രീ ഹോട്ടൽസ് മധ്യപ്രദേശിലെ ഓംകാരേശ്വരയിലുള്ള ലെമൺ ട്രീ പ്രീമിയറിനായിട്ടുള്ള ലൈസൻസ് കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. CESE കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ CESE ഗ്രീൻ പവർ 3 ജിഗാവാട്ട് സോളാർ സെല്ലും മോഡ്യൂൾ പ്ലാന്റും 60 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റും സ്ഥാപിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. ഏകദേശം 3800 കോടി രൂപയാണ് നിർദ്ദിഷ്ട പദ്ധതിക്കായിട്ടുള്ള നിക്ഷേപവും. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.